ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ തെറ്റാണ്. ഇത് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘപരിവാർ അജണ്ട കേരളത്തിലെ ഗവർണർ നടപ്പാക്കരുത്. നടപ്പാക്കിയാൽ അതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും. പ്രതിപക്ഷം അതിശക്തിയായിട്ട് എതിർക്കും. ഇത് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിഭജന ഭീതി പുതിയ സാധനമാണ് ഇറങ്ങിയിരിക്കുകയാണ്. ആളുകളെ ഭിന്നിപ്പിക്കാൻ ഒന്നും കിട്ടാതിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം BJP നടത്തി. അതിപ്പോ എക്സ്പോസറായി. എന്താണ് അവർക്ക് പറ്റിയതെന്ന് കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ അടുത്ത പണിയായിട്ട് ഇറങ്ങിയേക്കുവാണ് വിഭജന ഭീതി. ഇതാണ് സ്വാതന്ത്ര്യ സമര ആഘോഷങ്ങളുടെ നിറം കെടുത്തുന്ന രീതിയാണ് ചെയ്തിരിക്കുന്നത്. ദേശവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഞങ്ങളതിനെ ശക്തിയായി എതിർക്കും. മുഖ്യമന്ത്രി അതിൽ പ്രതിഷേധമൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രതിഷേധവും കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധവും ഗവർണറെ നേരിട്ട് കണ്ട് അറിയിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അല്ല, അത് ഉദ്യോഗസ്ഥ തലത്തിൽ സംവിധാനം നടക്കുന്ന ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി. ഭരണസമിതി അംഗങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്ത് പങ്കാണുള്ളത്? അതിന്റെ സാമ്പത്തിക ഇടപാടിൽ ഒരു പങ്കുമില്ല. അത് നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ സംവിധാനത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്കറിയാം. തൊഴിലുറപ്പ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഡിഫറന്റ് ആയിട്ടുള്ള സെറ്റപ്പാണ്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ്. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന സംവിധാനമാണ്. ഭരണസമിതി അംഗങ്ങൾക്ക് അതിൽ യാതൊരു റോളുമില്ല. ഒരു തരത്തിലുള്ള റോളുമില്ല ഭരണസമിതി അംഗങ്ങൾക്ക്. അത് പഞ്ചായത്തിലെ കാര്യം പഠിക്കേണ്ട. അതറിയാം, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അന്വേഷിക്കരുത്. തീർച്ചയായിട്ടും അല്ലേ. ഇതിപ്പോ കാണിക്കുന്നത് എന്താണ്? അനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയല്ലേ, അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ, അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ. അതിന്റെ അകത്തൊരു തീരുമാനം ഉണ്ടാകണം. ഞങ്ങൾ ആദ്യം മുതലേ ആവശ്യപ്പെട്ടതല്ലേ തീരുമാനം ഉണ്ടാകണം. ഇവർക്ക് പറ്റിയത് ഇവരാദ്യം ഗവർണറുമായിട്ട് സന്ധി ചെയ്തു, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് നടത്തി, എന്നിട്ട് നിയമവിരുദ്ധമായി കുറെ കാര്യങ്ങൾ ചെയ്തു, എന്നിട്ട് പിന്നെ വഴക്കിടും, പിന്നെ സെറ്റിൽ ചെയ്യും. ഇപ്പൊ സമരം ഒരു സുപ്രഭാതത്തിൽ നിന്നില്ലേ, സെറ്റിൽമെന്റായി. ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. ഭരണഘടനാപരമായ സംസ്ഥാനത്തിനുള്ള അധികാരങ്ങളുണ്ട്. അതിൽ ഗവർണർ കൈയെടുത്താൻ പാടില്ല. ഗവർണർ അവിടുത്തെ ചാൻസലറാണ്. ഇതൊരു ഓർണമെന്റൽ പോസ്റ്റാണ്. അല്ലേ? ഇപ്പൊ മന്ത്രിസഭ ഭൂരിപക്ഷം ഇല്ലാത്ത മന്ത്രിസഭയ്ക്ക് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ പറ്റുമോ? ഇപ്പോ 71 സീറ്റ് കിട്ട, 80 സീറ്റ് ഒരു മുന്നണിക്കോ ഒരു പാർട്ടിക്കോ കിട്ടി, ബാക്കിയുള്ളവർക്ക് 60 കിട്ടി. ഗവർണർക്ക് ഭരണഘടന പറയുന്നതിന്റെ അപ്പുറത്ത് കയറിയിട്ട് 60 സീറ്റ് കിട്ടിയ ആളുടെ നേതാവിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അതിന് സമാനമായ കാര്യങ്ങളാണ് ഗവർണർ ഈ സർവകലാശാലകൾ ചെയ്യുന്നത്. അത് ചങ്കുറപ്പോടുകൂടി മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പലപ്പോഴും ഗവൺമെന്റ് പറഞ്ഞില്ല. അതിന്റെ കുഴപ്പമാണ്.